ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സാധാരണ പുഡിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ജലാറ്റിനും അതുപോലെ ചൈന ഗ്രാസ്, അഗർ അഗർ, കസ്റ്റാർഡ് പൗഡർ ഇതൊക്കെയാണ് ഓർമ്മയിൽ വരിക. ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ മുട്ടയെങ്കിലും ചേർക്കാറുണ്ട് അല്ലേ? പക്ഷേ ഈ റെസിപ്പിയിൽ നമ്മൾ ഇതൊന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. നമ്മൾ എക്സ്ട്രാ ബട്ടറോ അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമോ ഒന്നും തന്നെ ആഡ് ചെയ്യാതെയാണ് ഈ ഒരു പുഡിംഗ് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ സിമ്പിൾ മെത്തേഡിലൂടെ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മളൊരു ബൗളിലേക്ക് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത്. എപ്പോഴും അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ, എന്നാലാണ് നമ്മൾ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പുഡിംഗ് സെറ്റ് ചെയ്ത് കിട്ടുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണിത്. നമ്മൾ സാധാരണ കേക്കിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കൊക്കോ പൗഡർ തന്നെയാണിത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫുൾ ഫാറ്റ് പാലാണ്, അത് 1 ലിറ്ററാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു 1/2 കപ്പോളം ഞാൻ പാലെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെയും അതുപോലെ കൊക്കോ പൗഡറിൻ്റെ കൂട്ടിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ച് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ പൗഡർ അങ്ങനെ തന്നെ ഈ ഒരു പാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കട്ട കെട്ടാൻ സാധ്യത കൂടുതലാണ്. അത് ഒഴിവാക്കാനായിട്ടാണ് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നത്. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് നമ്മുടെ കൊക്കോ പൗഡറും അതുപോലെ കോൺഫ്ലോറൊക്കെ നന്നായിട്ട് പാലിൽ മിക്സായി വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുത്തിട്ടാണ് ഈ പാലിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരു സോസ് പാനിലേക്ക് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള പാത്രത്തിലേക്ക് വേണം നമ്മൾ ഇതുപോലത്തെ ഡെസേർട്ട്സ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മളിത് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്ന സമയത്ത് അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പിൻ്റെ 2 കപ്പോളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കൊക്കോ പൗഡറും കോൺഫ്ലോറും അരിപ്പയിൽ അരിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ചെറിയ കട്ടകൾ എങ്ങാനും പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചൊഴിക്കുന്നത്. അരിക്കാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചൂടാക്കി എടുക്കുന്ന സമയത്ത് ചെറിയ കട്ടകളുണ്ടെങ്കിൽ നന്നായിട്ട് തെളിഞ്ഞ് കാണാനായിട്ട് പറ്റും. അത് ഒഴിവാക്കാനായിട്ടാണ് അരിച്ചൊഴിക്കാനായിട്ട് പറയുന്നത്. ഞാൻ ഫ്ലെയിമിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ പാല് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പഞ്ചസാരയ്ക്ക് ഈ ഒരു സമയത്ത് അലിഞ്ഞൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടും കൈ വിടാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പറയുന്നത്. പാല് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ബാക്കി നേരം മുഴുവനും കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മുടെ ഈ പാലും ബാക്കിയുള്ള ചേരുവയെല്ലാം നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് കുറുകി വരുന്നൊരു സമയമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു കോൺഫ്ലവർ നന്നായി കുക്കായി കഴിയുമ്പോഴാണ് നന്നായിട്ട് കുറുകി വരുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആഡ് ചെയ്യാൻ പോവാണ്. 200 ഗ്രാമോളം ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം മിൽക്ക് ചോക്ലേറ്റോ എക്സ്ട്രാ ഡാർക്ക് ചോക്ലേറ്റോ ആഡ് ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു ചോക്ലേറ്റ് മൂസ് നല്ല ചോക്ലേറ്റി ഫ്ലേവറിലാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചോക്ലേറ്റ് എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. കാരണം ഇതിൽ നന്നായിട്ട് ചോക്ലേറ്റ് മെൽറ്റായിട്ട് വരണം. നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആവുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു കസ്റ്റാർഡിൻ്റെ കളർ നന്നായിട്ട് ഡീപ്പ് ബ്രൗൺ കളറായി വരുന്നുണ്ട്. നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് വാനില എസൻസ് ഒന്നും ഒഴിക്കണം നിർബന്ധമില്ല. ഇത് ചൂടോടുകൂടി തന്നെ ബൗളുകളിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ സെർവ് ചെയ്യുന്ന ചെറിയ ബൗളുകളിലേക്കാണ് ഒഴിക്കുന്നത് എങ്കിൽ ചൂടോടെ ഒഴിക്കരുത്. ചെറുതായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ തണുപ്പിച്ചെടുക്കുകയാണ്. ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു ലെയർ ഫോർമേഷൻ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ 3 ബൗളുകളിലേക്കാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. ബാക്കിയുള്ളത് ഒരു വലിയ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ പുറത്ത് വയ്ക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലായിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂർ കൊണ്ട് തണുപ്പിച്ചെടുത്ത് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് 3 എണ്ണത്തിൻ്റെ മുകളിലേ വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഇത് അൺമോൾഡ് ചെയ്യുന്ന സമയത്ത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. തീർത്തും ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. നമ്മൾ ഒരെണ്ണത്തിൽ പ്ലെയിനായിട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. വലിയ ബൗളിൽ ഞാൻ ബിസ്ക്കറ്റൊന്നും ലെയർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുവരാം. നമുക്ക് അൺമോൾഡ് ചെയ്തിട്ട് നമുക്കതിൻ്റെ മുകളിൽ കൊക്കോ പൗഡറൊക്കെ തൂവി കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് എന്ത് ഡെക്കറേഷൻസ് വെച്ചിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേഷൻ ഇല്ലെങ്കിൽ പോലും ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നല്ലൊരു ഷൈനിങ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. നല്ല ഡാർക്ക് ചോക്ലേറ്റ് ഫ്ലേവറാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലാണ് ഈ പുഡിംഗ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം എന്നെ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പികൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാം. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും പുതിയ രുചികളുമായിട്ട് നമുക്ക് കാണാം.